അവഗണന നേരിടുന്ന ഉപ്പുതറ സർക്കാർ ആശുപത്രിയെ ട്രൈബൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1948 ആരംഭിച്ച ആശുപത്രിയെ കേരള സർക്കാർ അവഗണിക്കുകയാണ്. ആശുപത്രിയെ ട്രൈബൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇടുക്കി MP എന്നിവർക്ക് DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറയും BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയും നിവേദനം നൽകി. 1948 ഡിസ്പെൻസറി ആയിട്ടാണ് ഉപ്പുതറ ആശുപത്രി ആരംഭിച്ചത്. ഇത് ആശുപത്രിയായി പരിണമിക്കുകയും ചെയ്തു. പിന്നീട് മദർ CHC ആയി ഉയർത്തപ്പെടുകയും ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുകയും ചെയ്തു. കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, ഏലപ്പാറ എന്നിവിടങ്ങളിലെ ആദിവാസികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയാണ്. ഇന്ത്യയിലെ ആദിവാസി രാജാവുള്ള കോവിൽമല, മുരിക്കാട്ടുകുടി, അയ്യപ്പൻകോവിലെ ചേമ്പളംകുടി, ചെന്നിനായ്ക്കൻകുടി, പൂവന്തിക്കുടി, ഉപ്പുതറ പഞ്ചായത്തിലെ കണ്ണമ്പടിയിലുള്ള 12 ആദിവാസി സംഘങ്ങളിൽ നിന്നുള്ള 25,000-ഓളം ആദിവാസികൾ ചികിത്സ തേടിയെത്തുന്നത് ഉപ്പുതറ ആശുപത്രിയായിരുന്നു. ഈ പഞ്ചായത്തിൽ നിരവധി SC സങ്കേതങ്ങളുമുണ്ട്. 24 വർഷമായി പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടത്തിലെ 5,000-ഓളം തൊഴിലാളികൾ ഈ ആശുപത്രിയാണ് ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന സർക്കാരും രോഗികൾക്ക് മികച്ച സേവനം നൽകുന്നതിൽ പരാജയപ്പെട്ടു. ആശുപത്രിയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളും നടന്നിട്ടുണ്ട്. എന്നിട്ടും രക്ഷപ്പെട്ടിട്ടില്ല. രാജകൊട്ടാരമായ കോവിൽമല രാജകൊട്ടാരം, രാജാവും രാജകൊട്ടാരവും രാജ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് ഈ ഉപ്പുതറ ആശുപത്രിയോട് 3 കിലോമീറ്റർ ചുറ്റളവിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ ആദിവാസികളായ ആളുകൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 25 വർഷക്കാലമായി പൂട്ടിക്കിടക്കുന്ന പീരിമണി ടീ കമ്പനിയിലെ 3,000-ഓളം വരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഭരണഘടനാപരമായ സംരക്ഷണം നൽകേണ്ട ഗർഭിണികളായ ആളുകൾ, കുട്ടികൾ തുടങ്ങിയുള്ള ആളുകൾക്കൊക്കെ ചികിത്സ കിട്ടാതെ 100 കണക്കിന് കിലോമീറ്റർ അകലെ പോയി ചികിത്സ തേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഉപ്പുതറ ഹോസ്പിറ്റലിലെ ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ആശുപത്രി ചുറ്റുകളിൽ 5 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾ, ട്രൈബലായ ആളുകൾ തന്നെ ഈ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. ഏറ്റവും അനുയോജ്യമായ ഹോസ്പിറ്റൽ എന്ന് ഉപ്പുതറ ഹോസ്പിറ്റലാണ്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ഡോക്ടർമാരെ നിയമിക്കുന്നൊന്നുമില്ല, എന്നും ഇപ്പോൾ ഇവിടെ സമരമാണ്. സമരം കൊണ്ട് പോയിട്ട് വലിയ കാര്യവുമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇടുക്കി MP ആയിട്ട് ഈ കാര്യം പറയുകയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് സഹായം വേണം. അത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സഹായത്തോടു കൂടിയാണല്ലോ ബഹുമാനപ്പെട്ട ഇടുക്കി MP പറഞ്ഞ റെസൊല്യൂഷൻ തരാൻ പറഞ്ഞു, വേണ്ട കാര്യങ്ങൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും ഒക്കെ ഇവിടുന്ന് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതര രാഷ്ട്രീയ പാർട്ടികൾ. അപ്പം ഇത് സർക്കാരിന്റെയും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അവഗണന ഇപ്പോഴും തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് BJP ആശുപത്രിക്ക് മുന്നിൽ രാപ്പകൽ സമരം നടത്തി ഒപ്പുശേഖരണം നടത്തി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് DCC സെക്രട്ടറി MP ഡീൻ കുര്യാക്കോസിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്. ഡീൻ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നിവർക്കും നിവേദനം നൽകിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.